കണ്ണൂർ സർവകലാശാലയിൽ VC അനുമതി നിഷേധിച്ചിട്ടും ഐഷി ഘോഷിന്റെ പരിപാടിയുമായി SFI മുന്നോട്ട്. പാലയാട് ക്യാമ്പസിൽ പങ്കെടുക്കാൻ ഐഷി എത്തി. ക്യാമ്പസ് കവാടത്തിൽ VCക്കെതിരെ ബാനർ ഉയർത്തിയും വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. VCയുടെ നീക്കം അത്ഭുതപ്പെടുത്തിയില്ല എന്ന് ഐഷി ഘോഷ് പറഞ്ഞു. ആര് വിലക്കിയാലും പോരാട്ടം തുടരുമെന്നും ഐഷി. This government, the people inside this government, they're using inside the states to subvert the federal structure. They're using the governor to appoint their like-minded vice-chancellor inside universities. Why? So that it is easier for them to corporatize the education system. It's easier for them to communalize the education system. So that it is easier for them to centralize the education system. കൃത്യമായി അപേക്ഷ നൽകാത്തതിനാലാണ് പരിപാടിക്ക് അനുമതി നിഷേധിച്ചത് എന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. ആര് പങ്കെടുക്കുന്നു എന്ന് നോക്കിയല്ല അനുമതി നിഷേധിച്ചത്. ഓരോ പരിപാടിക്കും അതിൻ്റെതായ രീതിയിൽ അപേക്ഷ നൽകണമെന്നും മന്ത്രി. പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ മനസ്സിലായത് അവർ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി നടത്താൻ വേണ്ടിയിട്ടൊരു ആപ്ലിക്കേഷൻ പ്രൊസീജിയറുണ്ട്. ആ അപേക്ഷ കൃത്യമായിട്ട് നൽകിയിട്ടില്ല. അതുകൊണ്ട് അതിന് അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആര് പങ്കെടുക്കുന്നു എന്നുള്ളതിനല്ല പ്രശ്നം. ഒരു പരിപാടി ക്യാമ്പസിൽ സംഘടിപ്പിക്കുമ്പോൾ അതിനാരായാലും ആ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് അനുമതി ബന്ധപ്പെട്ട അധികാരികൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ വന്നില്ല എന്നുള്ളതാണ് മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അനുമതി നിഷേധിക്കപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റുഡൻസ് യൂണിയനെ പിന്തുണച്ച് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും രംഗത്തെത്തി. സംഘപരിവാറിന്റെ തിട്ടൂരങ്ങൾ കയ്യിൽ വെച്ചേക്ക്, ഇത് രക്തസാക്ഷികളുടെ മണ്ണ് എന്ന് FB പോസ്റ്റ്. വിശദാംശങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. നിഖിൽ, ഈ വിലക്ക് ഉണ്ടായിട്ടും ഐഷയെ പങ്കെടുപ്പിച്ചുകൊണ്ട് SFI ഈ പരിപാടി എന്തായാലും നടത്തിക്കഴിഞ്ഞു. ഇതിലിപ്പോൾ ഒരു വിസ്തീർണം അടക്കമുള്ള നടപടികളിലേക്ക് സർവകലാശാല കടക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്താണ് വിശദാംശം? അരുണ്, തീർച്ചയായും VCയുടെ നിർദ്ദേശം മറികടന്ന് അല്ലെങ്കിൽ വിലക്ക് മറികടന്നുകൊണ്ട് വളരെ ഭംഗിയായി തന്നെ സ്റ്റുഡൻസ് യൂണിയൻ ആ പരിപാടി നടത്തിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഇനി വിശദീകരണം തേടുന്നതിലേക്ക് സർവകലാശാല പോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഈ പറഞ്ഞതുപോലെ VCയുടെ അനുമതിയില്ല, മുൻകൂർ അനുമതി വാങ്ങിയില്ല, അതുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി ഷീ ഫെസ്റ്റ് നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റുഡൻസ് യൂണിയൻ ഒരു കത്ത് ലഭിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ SFIയുടെ കണ്ണൂർ ജില്ലാ നേതൃത്വം വ്യക്തമാക്കി ഈ പരിപാടിയുമായി മുന്നോട്ട് പോകും, നിശ്ചയിച്ചത് പ്രകാരം തന്നെ പരിപാടി നടത്തുമെന്ന്. 11:30 പരിപാടി നിശ്ചയിച്ചിരുന്നത്. 11:45 തന്നെ ഐഷി ഘോഷ് കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് ക്യാമ്പസിലെത്തി. വലിയ ആവേശത്തോടുകൂടി മുദ്രാവാക്യം വിളികളോടുകൂടി ഈ സർവകലാശാല ഈ ക്യാമ്പസിലേക്ക് ഐഷി ഘോഷിനെ സ്വീകരിച്ചു. പിന്നീട് ഐഷി ഘോഷിന്റെ പ്രസംഗത്തിലുടനീളം ഈ VCയെയും VC പിന്തുടരുന്നു എന്ന് SFI ആരോപിക്കുന്ന RSS ആശയങ്ങളെയും വിമർശിക്കുന്നതാണ് കണ്ടത്. പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും ഇത് നാഗ്പൂരോ RSSന്റെ ശാഖയോ അല്ല, ക്യാമ്പസാണ്, ഇവിടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വിലപ്പോവില്ല എന്ന് ഐഷി ഘോഷ് ഉറച്ച ശബ്ദത്തിൽ പറയുന്നതും കേട്ടു. ഇത് മാത്രമായിരുന്നില്ല, SFIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം, ഇക്കാര്യത്തിൽ പ്രതീകാത്മക പ്രതിഷേധം ഉയർത്തി തന്നെയാണ് ഈ പരിപാടി ഇന്ന് നടത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും പാലയാട് ക്യാമ്പസിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ ഒരു ബാനറാണ് SFI ആദ്യം ഉയർത്തുന്നത്. ഗവർണർക്കായിട്ടില്ല, പിന്നെയല്ലേ VC എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഒരു വാചകം എഴുതിയ ബാനറാണ് ഈ കവാടത്തിൽ ഉയർത്തിയത്. അത് മാത്രമല്ല, പ്രതീകാത്മകമായി ചെളിയിൽ ചവിട്ടിയ കാലുകൾ ആ ബാനറിൽ പതിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം കൂടി അവർ അറിയിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. SFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജോയൽ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇക്കാര്യത്തിൽ ഐഷി ഘോഷ് പങ്കെടുക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ പരിപാടിക്ക് അനുമതി നിഷേധിച്ചത്. മറ്റ് കാരണങ്ങളൊന്നും തന്നെ അതിൽ എന്ത് വിശദീകരണം നൽകിയാലും അംഗീകരിക്കാനാവില്ല. അങ്ങനെ ഒരു കാരണമല്ല എന്ന് തന്നെയാണ് SFI ഇക്കാര്യത്തിൽ ആവർത്തിച്ച് പറയുന്നത്. അതിനിടയിലാണ് മന്ത്രി റോജി എം ജോൺ ഇക്കാര്യത്തിൽ അപേക്ഷ നൽകുന്നതിലെ പിഴവ് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അപേക്ഷ നൽകിയില്ല എന്ന കാര്യം പ്രാഥമികമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു പ്രതികരണം നടത്തുന്നത്. പക്ഷേ അതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രതികരണം ഇന്ന് ഇതേ ക്യാമ്പസിലെ KSU ഭാരവാഹികൾ കൂടി നടത്തുന്നുണ്ട്. പാലയാട് ക്യാമ്പസിൽ തങ്ങളും ഏതെങ്കിലും ഒരു പരിപാടി, അതായത് KSUവിൻ്റെ ആഭിമുഖ്യത്തിൽ ഏതെങ്കിലും ഒരു പരിപാടി നടത്താൻ ശ്രമിച്ചാലും അതിന് അപേക്ഷ നൽകിയാലും ഈ ക്യാമ്പസ് ഡയറക്ടർ അനുമതി നൽകാത്ത ഒരു സാഹചര്യമുണ്ട്. VC അനുമതി നൽകുന്നില്ല എന്ന വിശദീകരണമാണ് അപ്പോഴൊക്കെ നൽകുന്നത്. പിന്നെ എന്തിനാണ് ക്യാമ്പസ് ഡയറക്ടർ എന്ന പദവിയിലൊരാൾ എന്ന ഒരു ചോദ്യം KSU ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. വ്യക്തമാണ്. നിഖിൽ അളവൂരാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും.